നമസ്കാരം. യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷ ഫെബ്രുവരി 7-ന് നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ഏകദേശം 50,000-ഓളം പേര് ഉൾക്കൊണ്ടിരുന്നു അല്ലെ. അതിലൊരാളാണ് നിങ്ങൾ. ഇപ്പോൾ ഇതിന്റെ മെയിൻ പരീക്ഷ നടക്കാനായിട്ട് പോവാണ്. മെയിൻ പരീക്ഷ എഴുതാനായിട്ട് 40,000-നും 45,000-നും ഇടയ്ക്ക് ആൾക്കാരായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് പഠിച്ച ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ഉദ്യോഗം കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്ന് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കാൻ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കുറച്ചു കാലമായിട്ട് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആകപ്പാടെ പരീക്ഷ എഴുതാൻ 40,000-ത്തോളം പേര് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ഉദ്യോഗം കിട്ടാനുള്ള സാധ്യത 90% കൂടുതലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ. പക്ഷെ പരീക്ഷയോട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ സമയത്ത് സാധാരണഗതിയിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്ത, ഇത്രയും നാളായിട്ട് ഞാൻ എന്താണ് പഠിച്ചത്, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ, ഇനി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ചിന്തകളും അല്പം ഒരു പരിഭ്രാന്തിയും ഒക്കെ ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്ത ഒരു പക്ഷെ നന്നായിട്ട് തയ്യാറെടുത്ത് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും. ഞാൻ എന്ത് പഠിച്ചു, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ പോലുള്ള ചിന്തകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ ഇനി പരീക്ഷയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ആ പരീക്ഷ എന്ന് പറയുമ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയായി. അന്ന് പരീക്ഷാ ഹാളിലോട്ട് പോകുമ്പോൾ ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതൊന്നും ഇനി ഇവിടുത്തെ ഘടകമല്ല. ഇനി ആ പരീക്ഷാ സമയമാണ്. ആ പരീക്ഷാ സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിക്കവാറും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. മെയിൻ പരീക്ഷകൾക്കുള്ള സമയം 1.5 മണിക്കൂറാണ്. അപ്പോൾ 1.5 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുക. അപ്പൊ ആ 1.5 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പൊ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ വിട്ടേക്കണം. ഇനി ആ പരീക്ഷാ സമയത്ത് 1.5 മണിക്കൂറിനകത്ത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ച് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുമോ, അതോ നിങ്ങൾ ചോദ്യപേപ്പർ കണ്ട് പകച്ചു പോകുമോ? അല്ലെ, ചിലർക്ക് ചോദ്യപേപ്പർ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉണ്ടാവും. നമുക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും ചോദ്യപേപ്പറിൽ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ ഒരു 25 ചോദ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു 25 ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചോ. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത്? ആ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിന്റെ ആദ്യം വേണോ, ചോദ്യപേപ്പറിന്റെ മധ്യഭാഗത്ത് വേണോ, അതോ ചോദ്യപേപ്പറിന്റെ അവസാനം വേണോ? വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത 25 ചോദ്യങ്ങൾ ഏത് ഭാഗത്താണ് വേണ്ടത്? അപ്പൊ നിങ്ങൾ പലരും പറയാൻ സാധ്യത ഏറ്റവും ഒടുവിൽ മതി, പ്രയാസമുള്ള ചോദ്യങ്ങൾ ഏറ്റവും ഒടുവിൽ കണ്ടാൽ മതി അല്ലെ. അപ്പൊ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പ്രയാസമുള്ള 25 ചോദ്യങ്ങൾ ആദ്യം ഉണ്ടെങ്കിലും അവസാനം ഉണ്ടെങ്കിലും മധ്യഭാഗത്തുണ്ടെങ്കിലും ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ആ പ്രയാസമുള്ള 25 ചോദ്യങ്ങൾ ആദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് പതറിപ്പോവും. അങ്ങനെ വരുമ്പോൾ പിന്നീട് നമുക്കറിയാവുന്ന ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ നയിക്കപ്പെടും അല്ലെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പരീക്ഷയുടെ സ്കോറിനെ ബാധിക്കത്തില്ല. സ്കോറിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനെ ബാധിക്കത്തില്ല. കാരണം പ്രയാസമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, പഠിച്ചിട്ട് ആണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്കും അതുപോലെ തന്നെയാണ്. ഇവിടെ പ്രശ്നം വരുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പ്രയാസമുള്ള ചോദ്യങ്ങൾ കണ്ട് പതറിപ്പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സമയം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, അവിടെയാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്.
ചോദിക്കപ്പെട്ട് പോകുന്നത്. അപ്പോൾ തീരെ പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഗൗനിക്കേണ്ട കാര്യമില്ല, വായിച്ചു നോക്കുക, തൽക്കാലം അതിനെ വിടുക. കാരണം 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ധാരാളമാണ്. കാരണം ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളവും ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 1.5 മണിക്കൂറിനകത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. 20 മാത്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. മാത്സും മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് 20 ചോദ്യങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും ഒരു 10, 20, 30, 25 മിനിറ്റിനകത്ത് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് 80 പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട, പൊതുവിജ്ഞാനമല്ല സയൻസും മറ്റു പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട 80 ചോദ്യങ്ങളാണ്. അത് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഒരു 17, 18 അല്ലെങ്കിൽ 20 മിനിറ്റ് മതിയാവും. എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറോളം നിങ്ങൾക്ക് അധികം കിട്ടും. അപ്പോൾ അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾ ആദ്യം വിട്ടുപോവുക, അതൊന്ന് വട്ടം വരച്ച് വയ്ക്കുക. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം, ഏതാണ് ഞാൻ വിട്ടിട്ട് പോയെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. വട്ടം വരച്ച് വയ്ക്കുക. പരീക്ഷ എല്ലാം കഴിഞ്ഞു, അതായത് നിങ്ങൾ എഴുതാനുള്ള എല്ലാം എഴുതി തീർന്നു കഴിഞ്ഞു. വട്ടങ്ങളൊന്ന് എണ്ണി നോക്കുക. വട്ടങ്ങളൊന്ന് എണ്ണി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിട്ടിരിക്കുന്നത് ഏതാണ്ട് 30 ചോദ്യങ്ങൾ വിട്ടിട്ടുണ്ട്. ആ 30 ചോദ്യങ്ങളിൽ ഏതൊക്കെ ശരിയാക്കാൻ പറ്റുമെന്ന് വീണ്ടും ഒന്ന് ആലോചിക്കുക. അതനുസരിച്ച് വീണ്ടും ഈ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉത്തരം എഴുതാനായിട്ട് പറ്റണം. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ നന്നാവത്തില്ല. അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു ശ്രമം വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്കി കുത്താനല്ല പറയുന്നത്. നമ്മൾ കുറച്ച് കാലമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പഠിച്ച വസ്തുതകളെ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ചോയ്സുകളെ വിലയിരുത്തി, ചോദ്യത്തിനെ വിലയിരുത്തി ഏതെങ്കിലും തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഒന്ന് സംശയിക്കുന്ന, ഇതല്ലേ ഉത്തരമെന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങൾ ശരിയായി വന്നേക്കാം. നിങ്ങളുടെ ഊഹം ശരിയാവാം. കാരണം നിങ്ങളുടെ ഊഹം ശരിയാവുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം എന്താണ്, നിങ്ങൾ കുറച്ച് കാലമായിട്ട് പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ വായിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഊഹത്തിൽ വലിയ തെറ്റ് വരാനുള്ള സാധ്യതയില്ല. എന്ന് പറഞ്ഞ് കണ്ണും അടച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു ഊഹമല്ല, കുറെയൊക്കെ നമ്മുടെ അറിവ് വെച്ചിട്ടുള്ള ഒരു ഊഹമാണ്. അപ്പൊ അതിനകത്ത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു 10 എണ്ണം ഊഹിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 5 എണ്ണമെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 5 എണ്ണം തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 5 മാർക്ക് അധികം കിട്ടും. 5 എണ്ണം തെറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ 1.5, 2 മാർക്ക് കുറയുകയും ചെയ്യും. എന്നാലും ടോട്ടൽ ഒരു 3 മാർക്ക് കൂടി. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അറിയാവുന്നതിന് മാത്രം ഉത്തരം എഴുതിക്കൊണ്ട് നല്ല സ്കോർ നേടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവത്തില്ല. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു 10-15 ചോദ്യങ്ങൾ താഴെ ഉണ്ടാവുള്ളൂ. 15 അല്ലെങ്കിൽ 20 ചോദ്യങ്ങൾക്ക് താഴെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാതെ പഠിച്ചത് മാത്രം വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചോയ്സിനൊന്ന് വിലയിരുത്തി അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റുമോ നോക്കണം. അങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് തീർച്ചയായിട്ടും എടുക്കണം. പരമാവധി സ്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാനിത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാം. പലപ്പോഴും ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് മുമ്പിലായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അത്യാവശ്യം കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം എന്ന് പറയാറുണ്ട്. കാരണം നമ്മുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആ പരീക്ഷാ ഹാളിനകത്ത് മെയിൻ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരവസരമാണ്. ആ അവസരത്തിൽ ചിന്തിച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി ഫലം നിശ്ചയിക്കപ്പെടുന്നത്. ആ സമയത്ത് പരിഭ്രാന്തരായി പോയി കഴിഞ്ഞാൽ പിന്നീടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവിടെ നിങ്ങൾ നല്ല ബുദ്ധിയോടുകൂടി, നല്ല ഏകാഗ്രതയോടുകൂടി ചോദ്യങ്ങളെ തിരഞ്ഞെടുക്കണം. ആ ഏതൊക്കെ ചോദ്യങ്ങളിൽ റിസ്ക് എടുക്കണമെന്ന് നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ചിന്തിച്ച് തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ശരിയാകാൻ സാധ്യത കൂടുതലാവുന്നത്. അല്ലാതെ ഒരു സാധ്യതയും ഇല്ലാത്ത ചോദ്യങ്ങളിൽ ഈ പറഞ്ഞ ഊഹത്തിന് പോകരുത്. അത്യാവശ്യം റിസ്ക് പരീക്ഷ ഹാളിൽ എടുക്കണം. അങ്ങനെ എടുക്കുന്നവരാണ് ഏറ്റവും മികച്ച റാങ്കിലോട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, സാറ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അല്പം റിസ്ക് എടുത്തു, ആ റിസ്കിനനുസരിച്ചുള്ള ഒരു ഫലം കിട്ടി, ലിസ്റ്റ് വന്നപ്പോൾ, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് നല്ല റാങ്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കൊരു 3-4 മാർക്ക് കൂടെ കിട്ടിയേനെ, റിസ്ക് എടുത്തപ്പോൾ എൻ്റെ ഒരു 3-4 മാർക്ക് കൂടെ പോയി, ഞാൻ കട്ട് ഓഫിന് വെളിയിലായി പോയി എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട്. ഇപ്പൊ 3-4 മാർക്കിന് വെളിയിലായി പോയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലൊക്കെ എങ്ങനെയെങ്കിലും വന്നതുകൊണ്ട് പ്രത്യേകിച്ച് സാധ്യതയൊന്നുമില്ല, ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. ഇപ്പൊ നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടുമായിരുന്നു, റിസ്ക് എടുത്ത ഈ പറഞ്ഞ 70 മാർക്കായി പോയി എന്ന് പറയുന്നതാണ്. 90 മാർക്ക് കിട്ടുമെങ്കിൽ പിന്നെ 10 എണ്ണമാണുള്ളത്. 10 എണ്ണത്തിൽ എങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ 3 മാർക്കിൽ കൂടുതൽ കുറയത്തില്ല, 87 മാർക്ക് കിട്ടും. അപ്പൊ അത് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ പറയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അല്പം പോസിറ്റീവ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ കുറച്ച് കാലമായിട്ട് പഠിക്കുകയാണ്, നമ്മളിവിടെ കുറെ കാലമായിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ പുസ്തക
പുസ്തകം നിങ്ങൾ വായിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ നോക്ക്, ഖാദി ബോർഡിന്റെ LDC-യുടെ പരീക്ഷ നടന്നു, യൂണിവേഴ്സിറ്റി LGS-ന്റെ പരീക്ഷ നടന്നു, ഏതാണ്ട് ഒരു 10ഓളം പരീക്ഷകൾ, പ്രിലിമിനറി പരീക്ഷകൾ നടന്നു. ആ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ലേ? ഒരു 6 മാസത്തിന് മുമ്പ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരം ഉത്തരങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയുമായിരുന്നോ? ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നു അല്ലെ? അപ്പോൾ തുടക്കത്തിലുള്ളത് പോലെ അല്ല, നിങ്ങൾ ഒരുപാട് പുരോഗമിച്ചു. അതാണ് നിങ്ങളുടെ പോസിറ്റീവ്സ്. അപ്പൊ ആ പറഞ്ഞത്, ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ആ ആത്മവിശ്വാസം ഏതിനകത്തോട്ട് വരണം? ചോദ്യ പേപ്പറിനകത്തോട്ട് വരണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയാം. ഒരിക്കലും ചോദ്യ പേപ്പറിനെ കുറ്റപ്പെടുത്തരുത്, ചോദ്യകർത്താവിനെ കുറ്റപ്പെടുത്തരുത്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇതെന്തോ ഒരു നാശം കെട്ട ചോദ്യമാണ്, ഇത് ഏവനടാ ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയത് പോലുള്ള നെഗറ്റീവ് മൈൻഡിലോട്ട് വരികയേ ചെയ്യരുത്. ഒരു പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ചോദ്യം നല്ല ചോദ്യമാണ്, ഞാൻ അത് പഠിച്ചില്ല, അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ അത് നോക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. അതായത് നല്ല മനസ്സോടുകൂടി പരീക്ഷ എഴുതാനായിട്ട് പറ്റണം. നെഗറ്റീവ് മൈൻഡ് ആണെങ്കിൽ കൂടുതൽ തെറ്റ് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമീപനത്തോടു കൂടി ചോദ്യ പേപ്പറിനെ വളരെ ബഹുമാനപൂർവ്വം, ചോദ്യകർത്താവിനെ വളരെ ബഹുമാനപൂർവ്വം, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ എന്ന് പറയുമ്പോൾ ഞാനല്ല, എന്നെയല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കൊച്ചുനാളിൽ നിങ്ങളെ പഠിപ്പിച്ചു തന്ന അധ്യാപകരുണ്ട്, അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് വേണം ഈ പരീക്ഷ എഴുതാൻ. അപ്പോൾ തന്നെ മനസ്സിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവും. ആ പോസിറ്റീവ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വസ്ഥമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ ഒരു വെപ്രാളമായിരിക്കും. ആ സമയത്ത് അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. പതുക്കെ റിലാക്സ് ചെയ്ത് ആ സമയത്തെ കടത്തി വിടുക, എങ്ങനെയും കടത്തി വിടുക. അത്യാവശ്യം മുമ്പോട്ട് പോവുക, ആ സമയം കളയരുത്, അത്യാവശ്യം മുമ്പോട്ട് പോവുക. പക്ഷെ ആ സമയത്ത് ഊഹങ്ങൾക്ക് പോകരുത്. ആ സമയത്ത് ഊഹത്തിന് പോയി കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം നിങ്ങൾക്ക് വെപ്രാളം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ വെപ്രാളത്തിന് പോകരുത്. ഏതാണ്ട് പരീക്ഷയുടെ ഈ പറഞ്ഞ ഒരു അവസാനത്തെ 10, 15, 20 മിനിറ്റിൽ വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ. അതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഈ പറഞ്ഞ സമർത്ഥമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും, നമ്മുടെ ആൻസർ ഷീറ്റ് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10-20 മിനിറ്റ് എങ്ങനെ ഈ പറഞ്ഞ ഒരു 10-15 മാർക്ക് കൂടി സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത വേണം. ഞാൻ സാധാരണ ക്ലാസ്സിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പരീക്ഷ എഴുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാർക്കിന്റെ ഒരു സംഘാടനമാണ്. പല രീതിയിൽ കൂടി മാർക്ക് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൊരു പ്രധാന മാർഗം നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതുപോലെ ചോദിക്കുന്നു, അത് തെറ്റാതെ എഴുതുന്നു, അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടുന്നു. പിന്നെയുള്ളത്, നമുക്ക് പഠിച്ചിട്ടില്ല എങ്കിലും ഇവിടെ ഇപ്പൊ പരീക്ഷ ജയിച്ചേ പറ്റൂ. നമ്മളിപ്പോ ഈ പരീക്ഷാ ഹാളിനകത്ത് ഇരിക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ ഇരിക്കുന്നത് ഉദ്യോഗം നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉദ്യോഗം നേടണമെങ്കിൽ നമുക്ക് മാർക്ക് വേണം. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്കിവിടെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തേ പറ്റൂ. അതിനുള്ള അവസരമാണ് ഈ 1.5 മണിക്കൂർ. അതിനുള്ള അവസരമാണ് ഇതാ ഈ പറഞ്ഞ അവസാനത്തെ 15 മിനിറ്റ് 20 മിനിറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഒരു ഉദ്യോഗാർത്ഥി ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഉത്തരം കണ്ടെത്താനുള്ള വഴിയുണ്ടോ? വിട്ടുപോയ മെന്റൽ എബിലിറ്റി ഭാഗത്ത് ചോദ്യങ്ങളിൽ, അത് കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും ചോദ്യങ്ങളിൽ അതിൽ ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒക്കെ ഒരു സാധ്യതയുണ്ടോ, ഉത്തരം എഴുതാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം അവസാനം വരെ ഉണ്ടാവണം, അവസാനത്തെ മിനിറ്റ് വരെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ പരീക്ഷയെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചില ചോദ്യ പേപ്പറുകൾ കൂടി തരികയാണ്. 3 മാതൃകാ ചോദ്യ പേപ്പർ കൂടി നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ പരീക്ഷ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ചോദ്യ പേപ്പറുകൾ ചെയ്തു നോക്കുക. അതിൽ ഒന്നാമത്തെ ചോദ്യ പേപ്പർ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ്. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യ പേപ്പർ വരുന്നത്. 2ഉം 3ഉം ചോദ്യ പേപ്പർ ഒന്നാമത്തെ ചോദ്യ പേപ്പറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നിലവാരമുള്ളതായിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ചോദ്യ പേപ്പർ തയ്യാറാക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദ്യ പേപ്പർ തയ്യാറാക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു സിമ്പതി ഉണ്ട്. നിങ്ങളോടുള്ള ഒരു സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടണം എന്നുള്ള താല്പര്യം എനിക്കുണ്ടാവും. പക്ഷെ
വേറൊരാൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങളെ അറിഞ്ഞൂടാത്ത വേറൊരാൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സിമ്പതി ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യപേപ്പർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ജുഡീഷ്യസ് ആയിരിക്കും. അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ആ സിലബസിനകത്ത് നിന്ന് വേണം ചോദിക്കാൻ എന്നുള്ള രീതിയിൽ സിലബസിനകത്ത് ഒതുങ്ങി എന്നാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ഈ ചോദ്യപേപ്പർ തരുന്നത്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന യഥാർത്ഥ ചോദ്യപേപ്പർ ചിലപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ്. നിങ്ങൾ ഈ സമയത്ത് വെപ്രാളപ്പെടുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു വാമപ്പിന് വേണ്ടി തരുന്നതാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ഒരു ദിവസം ഒരു ചോദ്യപേപ്പർ ചെയ്താൽ മതി. ചോദ്യപേപ്പർ ചെയ്യുക, അതിനുശേഷം ഈ കുറച്ചുകൂടി പുസ്തകം വായിക്കുക, അത് കഴിഞ്ഞ ശേഷം അടുത്ത ചോദ്യപേപ്പർ ചെയ്യുക, അടുത്ത ചോദ്യപേപ്പർ ചെയ്യുക. ഇവിടെ ഈ ചോദ്യപേപ്പർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്ത് നോക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് കൂടുതൽ മാർക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതൊക്കെ ചോദ്യങ്ങളെയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാത്ത 30-40 ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ 40 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല. അതിൽ സാധ്യതയുള്ള ഒരു 10-15 എണ്ണം, ഈ 10-15 എണ്ണത്തിൽ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 7-8 എണ്ണമെങ്കിലും ഈ പറഞ്ഞ എനിക്ക് ശരിയാക്കാൻ പറ്റും എന്നുള്ള സാധ്യത വളരെ കൂടിയ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ വേണം റിസ്ക് എടുക്കാൻ. അങ്ങനെ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മാതൃകാ ചോദ്യപേപ്പർ നിങ്ങൾക്ക് തരുന്നു, നന്നായിട്ട് ചെയ്തു നോക്കുക, സത്യസന്ധമായിട്ട് ചെയ്തു നോക്കുക. ഇനി വേറൊരു കാര്യം, നിങ്ങൾ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കും. ആ സമയത്ത് കിട്ടുന്ന മാർക്കും പരീക്ഷകളുടെ മാർക്കും ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതും മുഖവിലയ്ക്ക് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സമയം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ. അപ്പോൾ അത് സ്വയം നിങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ഈ 3 മാതൃകാ ചോദ്യപേപ്പറും നല്ല രീതിയിൽ പരിശീലിക്കുക. ബാക്കി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, അല്ലെ? ആ ഒരു രീതിയിൽ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ ഫെബ്രുവരി 7-ാം തീയതി വരെ പോവുക. പരീക്ഷ വരെ ആ പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ തന്നെ പോകണം. പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ ഈ പറഞ്ഞ പുസ്തകം അടച്ചു വയ്ക്കരുത്. വലിയ പരീക്ഷകൾ വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് LGS പരീക്ഷ. അത് ഈ പറഞ്ഞ ജില്ലാ അടിസ്ഥാനത്തുള്ള LGS പരീക്ഷ വരുന്നു. അതിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതിനകത്തും ജോലി വാങ്ങിക്കാനായിട്ട് പറ്റും. LD ക്ലർക്ക് പരീക്ഷ വരുന്നു, അവിടെയും നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കരുത്, തുടർന്നു കൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.